കാലാവസ്ഥാ വ്യതിയാനം വലിയ പ്രതിസന്ധികൾ തീർത്തുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അതിനെ അതിജീവിച്ച് കാർഷിക മേഖലയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഉപകരിക്കുന്ന തരത്തിലാണ് ലോകബാങ്കിൻ്റെ ധനസഹായത്തോടെ ബൃഹത്തായ ഒരു പദ്ധതി നടപ്പിലാക്കാൻ സംസ്ഥാനം തീരുമാനിച്ചത്. കേര അഥവാ കേരള ക്ലൈമറ്റ് റെസിലിയൻ്റ് അഗ്രോ വാല്യൂ ചെയിൻ മോഡേണൈസേഷൻ എന്നാണ് ഈ പദ്ധതി കിട്ടിയിരിക്കുന്ന പേര്. 2365 കോടിയോളം രൂപയാണ് ഈ നാളുകളിൽ കേരളത്തിൽ ചെലവഴിക്കാനായി പോകുന്നത്. ഇത് കാർഷിക കേരളത്തിൻ്റെ സമഗ്രമായ ഒരു മാറ്റത്തിന് തുടക്കമായി മാറുകയാണ്. കഴിഞ്ഞ 40 കൊല്ലക്കാലത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ തുകയ്ക്കുള്ള ഒരു പദ്ധതി കേരളത്തിൻ്റെ കാർഷിക മേഖലയിൽ നടപ്പിലാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുവടുവയ്പ്പിലേക്ക് സംസ്ഥാനം കടക്കുകയാണ്, കൃഷി വകുപ്പ് കടക്കുകയാണ്. അതാണ് കാർഷിക ഉൽപ്പാദന സഖ്യങ്ങൾ അല്ലെങ്കിൽ പ്രൊഡക്റ്റീവ് അലയൻസിൻ്റെ രൂപീകരണം എന്നത്. ഓരോ ഉൽപ്പാദന സഖ്യത്തിനും തയ്യാറാക്കുന്ന പ്രത്യേകമായ ബിസിനസ് പ്ലാനിൻ്റെ അടിസ്ഥാനത്തിൽ 60% പരമാവധി 2 കോടി രൂപ വരെ ഗ്രാൻഡായി ലഭിക്കുന്നു എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ വലിയ പ്രത്യേകത. ആകെ 150 പ്രൊഡക്റ്റീവ് അലയൻസ് അഥവാ ഉൽപ്പാദന സഖ്യങ്ങൾ രൂപീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ആദ്യഘട്ടമായി കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ പ്രൊഡക്റ്റീവ് അലയൻസ് അഥവാ ഉൽപ്പാദന സഖ്യങ്ങൾ രൂപീകരിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ ഭാഗമായി കാപ്കോയുമായി സഹകരിച്ച് ദേശീയ അന്തർദേശീയ കാർഷിക ബിസിനസ് സംരംഭകരെയും കർഷക ഉൽപ്പാദക കമ്പനികളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന പ്രൊഡക്റ്റീവ് അലയൻസ് സബ്മിറ്റ് 2025 നവംബർ 26 കൊച്ചിയിലെ ശ്രീ ഗോകുലം പാർക്കിൽ വെച്ച് സംഘടിപ്പിക്കുകയാണ്. രാജ്യചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു സമ്മിറ്റ് സംഘടിപ്പിക്കുന്നത് എന്നുള്ള വലിയ പ്രത്യേകതയുണ്ട്. എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കേരളത്തിൽ 150 പ്രൊഡക്റ്റീവ് അലയൻസുകൾ രൂപം കൊള്ളുന്നതോടെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടൊരു വലിയ ബിസിനസ്സിലേക്ക് നമ്മുടെ നാട്ടിലെ സാധാരണ കർഷകരെയും കൂടി എത്തിക്കാൻ കഴിയുമെന്നുള്ള വലിയ പ്രത്യേകതകളുണ്ട്. സംരംഭകർ, ബിസിനസ്സുകാർ എന്നിവർക്കെല്ലാം ഏറ്റവും വലിയ പ്രാധാന്യത്തോടുകൂടി തന്നെ ഇതിൻ്റെ ഭാഗമാവാൻ കഴിയും. അവർക്ക് വലിയ മെച്ചമുണ്ടാക്കാൻ കഴിയും. സെക്കൻഡറി അഗ്രികൾച്ചറുമാൻ്റെ പ്രാധാന്യത്തെ പ്രത്യേകമായി കണ്ടുകൊണ്ടാണ് ഇത്തരമൊരു പദ്ധതി കേര പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാന കൃഷി വകുപ്പ് സംഘടിപ്പിക്കുന്നത്. ഒരിക്കൽ കൂടി എല്ലാവരെയും ഈ പദ്ധതിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.